पाउडर निरमा, दूध जब पीतो निरमा ले अच्छा, रंगीन कपड़ा ले खिला खिला दिलचा, निरमा ले जादू गलो, वॉशिंग पाउडर निरमा, थोड़ा पाउडर मा कांच तेरे आले, घर भर का कपड़ा छिल मई खाना, हेमा रेखा जया ने सुषमा सबको पसंद निरमा, वॉशिंग पाउडर निरमा, थोड़े दाम में निकलो जालो पाए निरमा, जैसे लेता घर घर में आया निरमा, वॉशिंग पाउडर निरमा, वॉशिंग पाउडर निरमा, निरमा। കർസൻഭായ് പട്ടേൽ ഡിറ്റർജന്റ് വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിച്ച മനുഷ്യൻ. കർസൻഭായ് പട്ടേൽ 1945 ഗുജറാത്തിലെ റുപ്പൂരിൽ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അദ്ദേഹം പരിമിതമായ വിഭവങ്ങളുള്ള ഒരു എളിമയുള്ള ചുറ്റുപാടിലാണ് വളർന്നത്. വെല്ലുവിളികൾക്കിടയിലും സ്വയം വിദ്യാഭ്യാസം നേടാനും തന്നെ ചുറ്റിപ്പറ്റിയുള്ള ദാരിദ്ര്യത്തിന്റെ ചക്രത്തിൽ നിന്ന് ഒരു വഴി കണ്ടെത്താനും കർസൻഭായ് തീരുമാനിച്ചു. രസതന്ത്രത്തിൽ ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം ഗുജറാത്ത് സർക്കാരിന്റെ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിൽ ലാബ് ടെക്നീഷ്യനായി ജോലി തുടങ്ങി. സ്ഥിരതയുള്ള ഒരു ജോലിയുണ്ടായിരുന്നപ്പോൾ വലിയ എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം സ്വപ്നം കണ്ടു. അത് തന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക മാത്രമല്ല, ശാശ്വതമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിച്ചു. നിർമ്മ എന്ന ജനപ്രിയ സോപ്പ് പൊടിയുടെ ജനനം 1970കളുടെ തുടക്കത്തിൽ ഇന്ത്യയിലെ ഡിറ്റർജന്റുകൾ പ്രധാനമായും ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലുള്ള ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളുടെ ആധിപത്യം പുലർത്തിയിരുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ ചെലവേറിയതും ശരാശരി ഇന്ത്യക്കാർക്ക് അപ്രാപ്യവുമായിരുന്നു. സാധാരണക്കാരൻ ഇപ്പോഴും പരമ്പരാഗത വാഷിംഗ് പൗഡറുകളെയാണ് ആശ്രയിക്കുന്നത്. അത് പലപ്പോഴും ഫലപ്രദമല്ല. ഇത് ഒരു അവസരം ആയി കണ്ട് കർസൻഭായ് താഴ്ന്ന ഇടത്തരം കുടുംബങ്ങൾക്കായി ഉയർന്ന നിലവാരമുള്ളതും എന്നാൽ താങ്ങാനാവുന്നതുമായ ഒരു ഡിറ്റർജന്റ് സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. 1969 കർസൻഭായ് തന്റെ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ ഡിറ്റർജന്റ് പൊടി ഉണ്ടാക്കുന്നത് പരീക്ഷിച്ചു തുടങ്ങി. തന്റെ രസതന്ത്ര പരിജ്ഞാനം ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നതിന് ചെലവ് കുറഞ്ഞതും എന്നാൽ കാര്യക്ഷമവുമായ ഒരു ഫോർമുല അദ്ദേഹം കണ്ടുപിടിച്ചു. പരേതയായ മകൾ നിരുപമയുടെ പേരിലാണ് അദ്ദേഹം തന്റെ ഡിറ്റർജന്റിന് നിർമ്മ എന്ന് പേരിട്ടത്. അയാൾ ഡിറ്റർജന്റ് പൗഡർ സ്വമേധയാ നിർമ്മിക്കുകയും ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴി വീടുതോറും വിൽക്കുകയും ചെയ്തു. കർസൻഭായ് നിർമ്മയുടെ വില കിലോഗ്രാമിന് വെറും 3 രൂപ ആയി നിശ്ചയിച്ചിരുന്നു. അക്കാലത്ത് കിലോഗ്രാമിന് 13 രൂപ വിലയുണ്ടായിരുന്ന മുൻനിര ഡിറ്റർജന്റുകളേക്കാൾ വളരെ കുറവായിരുന്നു ഇത്. താങ്ങാനാവുന്ന വില ഒരു പ്രധാന പ്രശ്നമായിരുന്ന ഒരു വിപണിയിൽ ഇതൊരു ഗെയിം ചേഞ്ചറായിരുന്നു. നൂതന മാർക്കറ്റിംഗും ദ്രുതഗതിയിലുള്ള വളർച്ചയും. കർസൻഭായ് വിഭവങ്ങളിൽ കുറവുണ്ടായിരുന്നത് വിപണന ബുദ്ധിയും ഇന്ത്യൻ ഉപഭോക്താവിനെക്കുറിച്ചുള്ള ധാരണയും ഉപയോഗിച്ച് അദ്ദേഹം നികത്തി. അദ്ദേഹത്തിന്റെ വീടുതോറുമുള്ള വിൽപ്പന രീതി ഉപഭോക്താക്കളുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ സഹായിച്ചു. താങ്ങാനാവുന്ന വിലയിൽ ഗുണനിലവാരം നൽകുമെന്ന വാഗ്ദാനമാണ് നിർമ്മ നൽകിയതെന്ന് ഉപഭോക്താക്കൾ കണ്ടെത്തിയതോടെ ഇതിന്റെ പ്രചാരം അതിവേഗം വർദ്ധിച്ചു. താമസിയാതെ നിർമ്മയ്ക്കുള്ള ആവശ്യം ഉയർന്നു. ബിസിനസ് വളർത്തുന്നതിൽ മുഴുവൻ സമയവും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കർസൻഭായ് തന്റെ സർക്കാർ ജോലി ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ചെറിയ തോതിലുള്ള വീട്ടുമുറ്റത്തെ പ്രവർത്തനം വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനുള്ള ഒരു ഫാക്ടറി സജ്ജീകരണമായി രൂപാന്തരപ്പെട്ടു. ഉൽപ്പന്നം ജനപ്രീതി നേടിയതോടെ സാധാരണക്കാരുമായി പ്രതിധ്വനിക്കുന്ന ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കർസൻഭായ് ഉപയോഗിച്ചു. നിർമ്മയുടെ വിജയത്തിന്റെ ഏറ്റവും മികച്ച ഘടകങ്ങളിലൊന്ന് അതിന്റെ പരസ്യ ജിംഗിൾ ആയിരുന്നു. വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ. ഇത് ഇന്ത്യയിലുടനീളം തൽക്ഷണ ഹിറ്റായി മാറി. പരസ്യത്തിൽ കർസൻഭായിയുടെ മകളെ പ്രതിനിധീകരിച്ച് വെളുത്ത ഫ്രോക്കിൽ നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആകർഷകമായ ജിംഗിളും റിലേറ്റബിൾ ഇമേജറിയും നിർമ്മയെ ഒരു ആകർഷക ബ്രാൻഡ് ആക്കി മാറ്റാൻ സഹായിച്ചു. ഇന്ത്യൻ ഡിറ്റർജന്റ് വിപണിയിൽ കുത്തകയുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ സർഫ് ബ്രാൻഡ് പോലുള്ള ആഗോള ഭീമന്മാരുമായി മത്സരിക്കുന്നതായിരുന്നു കർസൻഭായിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ വില കുറച്ചും ഗുണനിലവാരം കാത്തുസൂക്ഷിച്ചു. ബഹുരാഷ്ട്ര കമ്പനികൾ ഏറെക്കുറെ അവഗണിച്ച ഗ്രാമീണ താഴ്ന്ന വരുമാന വിപണികളിലേക്ക് അദ്ദേഹം കടന്നുകയറി. കർസൻഭായ് തന്റെ എതിരാളികളുടെ വില കുറയ്ക്കുക മാത്രമല്ല, വൻ നഗരങ്ങൾ മുതൽ ചെറിയ ഗ്രാമങ്ങൾ വരെ എല്ലായിടത്തും നിർമ്മ ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്ന ഒരു വിതരണ ശൃംഖല നിർമ്മിക്കുകയും ചെയ്തു. ഇത് മാർക്കറ്റിൽ ഒരു വൻ ചലനം സൃഷ്ടിച്ചു. 1980കളോടെ സ്ഥാപിത ബ്രാൻഡുകളെ മറികടന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഡിറ്റർജന്റായി നിർമ്മ മാറി. ഉപഭോക്തൃ ഉൽപ്പന്ന വിപണിയിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ കുത്തക തകർത്ത ആദ്യ ഇന്ത്യൻ ബ്രാൻഡ് കൂടിയായിരുന്നു ഇത്.
നിർമ്മ വളർന്നപ്പോൾ കർസൻഭായ് പട്ടേൽ ഡിറ്റർജന്റുകളിൽ മാത്രം തന്റെ ബിസിനസ് നിർത്തിയില്ല. സോപ്പുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മറ്റ് ക്ലീനിംഗ് സൊല്യൂഷനുകൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിനായി അദ്ദേഹം കമ്പനിയുടെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വിപുലീകരിച്ചു. ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ താങ്ങാനാവുന്ന വിലയിൽ വാഗ്ദാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം കമ്പനിയുടെ വിജയത്തിന്റെ ആണിക്കല്ലായി തുടർന്നു. 1990കളോടെ കർസൻഭായ് അഹമ്മദാബാദിൽ നിർമ്മാ സർവകലാശാല സ്ഥാപിക്കുകയും സാങ്കേതികവിദ്യയും ബിസിനസ്സും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നിർമ്മാ വിദ്യാഭ്യാസത്തിലേക്ക് വൈവിധ്യവൽക്കരിച്ചു. അതിനുശേഷം യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലൊന്നായി വളർന്നു. 2000ത്തിന്റെ തുടക്കത്തിൽ നിർമ്മ സിമന്റ് ബിസിനസ്സിലേക്ക് കൂടുതൽ വ്യാപിച്ചു. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കപ്പുറം വിജയകരമായി വൈവിധ്യവൽക്കരിക്കാനുള്ള കർസൻഭായിയുടെ കഴിവ് ഇത് വെളിവാക്കുന്നു. ഇന്ന് ഡിറ്റർജന്റുകൾ, കെമിക്കൽസ്, സിമന്റ്, വിദ്യാഭ്യാസം എന്നിവയിൽ താൽപ്പര്യമുള്ള $1 കോടി മൂല്യമുള്ള ഒരു കമ്പനി ആയി നിർമ്മ ഗ്രൂപ്പ് വളർന്നു. കർസൻഭായ് പട്ടേലിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകളുള്ള സ്ഥാപിത ബ്രാൻഡുകൾക്കെതിരെ മത്സരിക്കുന്നത് എളുപ്പമായിരുന്നില്ല. ചില സമയങ്ങളിൽ കുറഞ്ഞ വില നിലനിർത്താൻ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്തതിന് നിർമ്മ വിമർശനം നേരിട്ടു. എന്നിരുന്നാലും വിപണിയെക്കുറിച്ചുള്ള ശക്തമായ ധാരണ പട്ടേലിനെ താങ്ങാനാവുന്നതും ഫലപ്രാപ്തിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ അനുവദിച്ചു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർന്നപ്പോൾ ഉപഭോക്താക്കളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന അഭിരുചികളോടും ആവശ്യങ്ങളോടും അയാൾക്ക് പോരാടേണ്ടി വന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പൊരുത്തപ്പെടുത്തലും നവീകരണത്തിനുള്ള സന്നദ്ധതയും നിർമ്മയെ അതിന്റെ വിപണി സാന്നിധ്യം നിലനിർത്താൻ അനുവദിച്ചു.